ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് സൺഡേ എടുത്ത വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ നമുക്ക് 2 കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റിൽ. അപ്പോൾ കാലത്ത് തന്നെ കൊടുക്കേണ്ട കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ കേക്കൊക്കെ കൊടുത്തിട്ട് നമുക്ക് എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ വീട്, ആ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മക്കളായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒട്ടുമിക്ക ബേക്കേഴ്സിനും അറിയാൻ പറ്റും നമ്മൾ പ്ലാൻ ചെയ്യുന്നതൊന്നും നടക്കില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ കേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ വേറെ 2 കേക്കിന് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ആ പോക്ക് ക്യാൻസലായി. അങ്ങനെ ഇത് വന്നിട്ട് 1 കിലോന് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്, പിന്നെ കുറച്ചൊരു ടോൾ കേക്ക് ആക്കിയിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു റെഫറൻസ് പിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്തെടുത്ത മോഡലാണ്. അപ്പോൾ അവർ റെഫറൻസ് പിക്ക് തന്ന പ്രിൻറ്റ് വേറെ ആയിരുന്നു. അപ്പോൾ നമ്മളായിട്ടുള്ള പ്രിൻറ്റ് വിട്ട് കൊടുത്തപ്പോൾ അവർ കുഴപ്പമില്ല, ഒരു ഫുട്ബോളിൻ്റെ പ്രിൻറ്റ് വിട്ട് കൊടുത്തപ്പോൾ കുഴപ്പമില്ലാത്ത അത് വെച്ചൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്ത കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട്, താക്ക് എങ്ങനെ വർക്ക് കിട്ടുന്നത്, കേക്കിൻ്റെ ഓർഡേഴ്സൊക്കെ എങ്ങനെ കിട്ടുന്നത് എന്നുള്ളത്. അവർക്കൊക്കെ ബെസ്റ്റ് ടൈമാണ് ഇപ്പോൾ കേട്ടോ. ഇപ്പോൾ നമുക്ക് ഈ ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ വരുന്നതല്ലേ. അപ്പോൾ ഞാൻ ഓഫർ ഇട്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇങ്ങനെ എല്ലാ പ്രാവശ്യത്തെ പോലെ ഓഫർ ഇടാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം അപ്പോൾ ഓരോരുത്തർ നമ്മളോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ ഓഫർ ഇടുന്നില്ല എന്നുള്ളത്. അപ്പം ഓഫർ ഇട്ടിട്ടുണ്ട് 15-ാം തീയതി മുതൽ. ഈ 15-ാം തീയതി മുതൽ 2-ാം തീയതി വരെ ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ് 1 kg കേക്കിന് 550 രൂപ വെച്ചിട്ട്, പിന്നെ റെഡ് വെൽവെറ്റ് 650. അപ്പോൾ ഈ ഓഫർ ഇടുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് പ്രത്യേകിച്ച് ഇതിൽ എന്തുണ്ടാവില്ല, അത്ര ലാഭമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അടിപൊളി കസ്റ്റമേഴ്സിനെ കിട്ടും കേട്ടോ. നമുക്ക് ഇപ്പോൾ പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടും. അതാണ് ഇതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പോൾ അറിയാമല്ലോ, ഇത് കൊക്കോ പൗഡറും ക്രീമും അതിനൊക്കെ അത്യാവശ്യം റേറ്റ് കൂടിയിട്ടുണ്ട്. ചോക്ലേറ്റിനൊക്കെ അത്യാവശ്യം റേറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 500 വെച്ചിട്ട് കൊടുത്തത്. ഇപ്പോൾ 500 അതിൽ തീരെ ഒന്നുമില്ലാത്തൊരു ഇതിലിപ്പം 550 വെച്ചിട്ട് കൊടുക്കുന്നത് പറയുന്നത് നമുക്കൊന്നും കിട്ടുന്നതല്ല. പക്ഷേ നമുക്കൊരു 2 കിലോന് 3 കിലോന് ഇപ്പം സ്കൂൾ ടൈമൊക്കെ അല്ലേ, അവർ ക്രിസ്മസിനൊക്കെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ 2 കിലോന് 3 കിലോനൊക്കെ മേടിക്കില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നല്ലാതെ പിന്നെ തന്നെ പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടും കേട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രോഫിറ്റ്. അപ്പോൾ ഈ ഹോം ബേക്കേഴ്സിനൊക്കെ ഒരു ബെസ്റ്റ് ടൈമാണ് ഇപ്പോൾ. ഓഫർ ഇട്ടിട്ട് ഒരു പോസ്റ്റൊക്കെ തയ്യാറാക്കിയിട്ട് അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ വർക്കൊക്കെ ഇഷ്ടംപോലെ വന്നോളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഓഫർ ഇട്ടുള്ളതല്ലേ, അതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ കുറക്കാമെന്ന് അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ. കാരണം നമ്മളിത് കൊടുക്കുന്നത് തന്നെ നമുക്ക് കസ്റ്റമറിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിനെക്കാട്ടും ബെസ്റ്റ് ക്വാളിറ്റിയിൽ കൊടുക്കാം. അപ്പോൾ അത് കഴിച്ചിട്ടായിരിക്കും പിന്നീട് നമുക്ക് ഓർഡർ കിട്ടാം. ഈ ഞായറാഴ്ച ദിവസം, ശനിയാഴ്ച ദിവസം നമുക്ക് മക്കളായിട്ട് എവിടെയും പോകാനോ അങ്ങനെയൊന്നും പറ്റുന്നില്ല. കാരണം നമുക്ക് തലേന്നൊക്കെ വർക്ക് കിട്ടിയിരിക്കും. പക്ഷേ അപ്പോൾക്കൊപ്പം വിളിച്ചിട്ട് പറയുന്നത് എന്താ പോലെ വെഡ്ഡിങ് കേക്കായാലും അങ്ങനെയൊക്കെ ഒരുപാട് വർക്ക് കിട്ടുന്ന ദിവസമാണ് കേട്ടോ ശനി ഞായർ എന്ന് പറയുന്നത്. അപ്പം നമ്മളെ ഒരുപാട് പ്ലാനിങ് ഒക്കെ ഉണ്ടാവും. ഞാൻ കുട്ടികളും കൂടിയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകാമെന്നുള്ളത്. പക്ഷേ അതൊന്നും നടക്കാറില്ല പാവ മക്കൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. കൊണ്ടുപോകുന്നത് വെച്ചാൽ നമ്മൾ ഏറി വന്നാൽ കൊണ്ടുപോയി കർമ്മയിലേക്ക് തന്നെ. അങ്ങനെ ഇത് വന്നിട്ട് 1 kg റെഡ് വെൽവെറ്റ് കേക്കായിരുന്നു കേട്ടോ. ഇത് അപ്പോൾക്കപ്പം വന്ന ഒരു കേക്കായിരുന്നു. ഒരു ഉച്ചയുടെ ടൈമിൽ വിളിച്ചിട്ട് വൈകിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഓഫർ പ്രൈസിന് ചോദിച്ച കേക്കായിരുന്നേ. അപ്പോൾ നമ്മൾ ക്രംസൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്തെടുത്ത മോഡലായിരുന്നു കേട്ടോ. അവർ റെഫറൻസ് പിക്കൊന്നും തന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതിനനുസരിച്ചിട്ട് ചെയ്തെടുത്ത മോഡലായിരുന്നു. പിന്നെ ഒരു 1/2 kg കേക്കിന് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു, ബ്ലാക്ക് ഫോറസ്റ്റ്. അപ്പോൾ അതും ചെയ്ത് പിന്നെ മക്കളായിട്ടൊന്ന് പുറത്ത് പോകലെന്ന് വിചാരിച്ചിട്ടാണ്. ആ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേന് കേക്കിൻ്റെ വർക്കുകളൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലൊരു കേക്ക് വന്നിട്ട് നമ്മളെ കർമ്മ റോട്ടിലേക്കായിരുന്നു കേട്ടോ, കൊച്ചിക്കാട് ഭാഗത്തേക്ക് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മക്കളായിട്ട് പോകലെന്ന് വിചാരിച്ചു. അങ്ങനെ കുട്ടികളോടൊക്കെ ഞാൻ കേക്ക് ചെയ്യുമ്പോൾ തന്നെ മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്കിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മക്കളായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ കേക്കിൻ്റെ പിക്കളൊക്കെ ലാസ്റ്റിലൊന്ന് കൊടുക്കുന്നുണ്ട്. ഇത് 1/2 kg കേക്കായിരുന്നു. ഇത് 1 കിലോ റെഡ് വെൽവെറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ കേക്ക് ഡെലിവറിക്കും പോയിട്ടാ. അപ്പോൾ 2 എണ്ണം നമ്മൾ പോണ വഴിക്ക് തന്നെയായിരുന്നു. അപ്പോൾ മുകളിലും പിടിക്കാൻ കൊടുത്തു. അങ്ങനെ പിന്നെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം കർമ്മയിൽ ജസ്റ്റ് ഒന്ന് കറങ്ങിട്ടാ.
കർമ്മ റൊട്ടിൽ ഒരു ഭാഗത്ത് നല്ല 2-3 ഭാഗത്തായിട്ട് ബൺമസ്ക കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പെൺകുട്ടികളായിരുന്നു കേട്ടോ. അവിടെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പോണ റൊട്ടിൽ ഒരു ഭാര്യയും ഭർത്താവും 3 കുട്ടികളും ഉണ്ട് അവിടെ. അപ്പോൾ അവരിങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി വാങ്ങിച്ച് ഒന്നും മാറിയിട്ടില്ല. അപ്പോഴത്തേന് പിന്നെ അവിടെ കുറേ ആൾക്കാർ വന്നു. പിന്നെ കർമ്മയിൽ നല്ല ഫെസ്റ്റൊക്കെ വരുന്നുണ്ട് തോന്നുന്നുണ്ട്, ക്രിസ്മസ് വെക്കേഷനൊക്കെയുള്ളത്. അപ്പോൾ അതൊക്കെ അവിടെ കണ്ട് പിന്നെ മക്കൾക്ക് 2 ചെരുപ്പെടുത്ത് അവരെന്നെ പോയിട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നൊക്കെ അതെടുത്തിട്ട് വീട്ടിൽ വന്നിട്ടോ. അപ്പോൾ എത്രയുള്ള ഇന്നത്തെ വിശേഷം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലിൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.